എത്രത്തോളം ജനമനസ്സുകൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയാസൊക്കെ വളരെ സജീവമായ കാലത്ത് എത്രത്തോളം ഫോൾസ് ഇൻഫർമേഷൻ ആയിരിക്കും, ഫോൾസ് നറേറ്റീവ് ആയിരിക്കും ഉണ്ടാവുക. സത്യം മരിക്കും. എപ്പോഴും പ്രചരിപ്പിക്കപ്പെടുന്നത് അർത്ഥസത്യങ്ങളാവും, അല്ലെങ്കിൽ പച്ചക്കള്ളങ്ങളാകും, നട്ടാൽ കിളിർത്ത് വരാത്ത നുണകളാവും. പ്രതിഷേധമുണ്ടായിട്ടുണ്ട്, വലിയ രീതിയിലുള്ള ഞെട്ടലുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഞെട്ടൽ സർവൈവ് ചെയ്തതുകൊണ്ടാണ് ആ രാജ്യത്തിന് തിരിച്ചടിക്കാൻ കഴിഞ്ഞത്. ആ നിമിഷം തന്നെ കീഴടങ്ങുമെന്ന് ഒരു പക്ഷേ അമേരിക്ക വിചാരിച്ചിട്ടുണ്ടാവാം. അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇറാൻ്റെ മിസൈൽ ശേഖരമാണ് ചർച്ചകളിൽ ഉണ്ടായ കീറാമുട്ടി. ഇറാൻ്റെ മിസൈൽ ശേഖരം കുറച്ചു കൊണ്ടുവരാൻ ഇറാൻ തയ്യാറാവുന്നില്ല. അതിൻ്റെ റേഞ്ച് കുറച്ചു കൊണ്ടുവരണം, അതിലുപയോഗിക്കുന്ന വാർ ഹെഡുകൾ കുറച്ച് മയമുള്ളതാകണം, മിതത്വം ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ആ രീതിയിൽ ഒരു രാജ്യം, ഇറാനെ പോലെ ഒരു രാജ്യം, അഭിമാനമുള്ള രാജ്യം അംഗീകരിച്ചു എന്നിരിക്കില്ല. അപ്പോൾ പിന്നെ ആക്രമണത്തിലൂടെ പരമാവധി സൈനിക ശേഷിയെ, മിസൈൽ ശേഷിയെ തകർക്കുക. അമേരിക്കയുടെ ഏക പ്രതീക്ഷ IRGS സംവിധാനത്തിൽ വിള്ളലുകൾ വീഴുകയും അങ്ങനെ ആ സംവിധാനത്തിലേക്ക് ഇരച്ചു കയറി അവരിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയോടുകൂടി ഒരു ഭരണമാറ്റത്തിൻ്റെ വഴി ഒരുക്കാം എന്നൊരു ചിന്തയുണ്ട്. ഏറെ സൈനിക ബലമുള്ളത് കൊണ്ട് മാത്രമല്ല ഇസ്രയേലും അമേരിക്കയും ഒക്കെ യുദ്ധങ്ങൾ ജയിക്കുന്നത്. ഒരിടത്ത് കട്ട പിടിച്ച് 48 പേർ ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ച സ്ട്രാറ്റജിക് ബ്ലണ്ടറാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ ഇറാന്റെ തന്ത്രപ്രധാനമായ ഭൂഗർഭ സൈനിക കേന്ദ്രങ്ങൾ തകർക്കാൻ അമേരിക്ക തങ്ങളുടെ ഏറ്റവും മാരകമായ ആയുധമായ B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾ രംഗത്തിറക്കിയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ ഭൂഗർഭ അറകളിൽ അതീവ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ ശേഖരമാണ് ഈ ദൗത്യത്തിൻ്റെ ലക്ഷ്യമെന്നാണ് വാർത്തകൾ പറയുന്നത്. അപ്പോൾ വരാനിരിക്കുന്നത് US-ന്റെ വലിയ ആക്രമണമാണോ? US-ന്റെ ആക്രമണത്തിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരമെല്ലാം തൂത്തെറിയപ്പെടുമോ? ഭൂമുഖത്ത് നിലവിലുള്ള ഏറ്റവും വിനാശകാരിയായ, തടുക്കാനാവാത്ത ആയുധമാണ്, യന്ത്രമാണ് അമേരിക്ക വികസിപ്പിച്ചെടുത്ത B-2 സ്പിരിറ്റ് എന്ന് പറയുന്ന സ്റ്റെൽത്ത് ബോംബേഴ്സ്. സാധാരണ രീതിയിൽ പ്രത്യേക നിർമ്മിതിയാണ്, പ്രത്യേകതരം മെറ്റീരിയൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ റൈഡാറുകൾക്ക് സാധാരണഗതിയിൽ അതിൻ്റെ നീക്കങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയില്ല. സാറ്റലൈറ്റ് ഇമേജിങ്ങിലൂടെ അതിൻ്റെ നീക്കങ്ങൾ, മെനുവറബിലിറ്റി കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു സ്പിരിറ്റ് പോലെ, ഒരു പ്രേതം പോലെ, ഒരു ഭൂതം പോലെ, അല്ലെങ്കിൽ ഒരു കാറ്റ് പോലെ, ഇളം കാറ്റ് പോലെ ഇങ്ങനെ വന്ന് ആക്രമിച്ച് മിന്നായം പോലെ മറഞ്ഞു പോകുന്ന ഒരു വിമാനം, അതാണ് B-2 സ്പിരിറ്റ്. അത് ദീർഘദൂരം യാത്ര ചെയ്യാൻ കഴിയുന്നതാണ്. ഏറിയൽ റീഫ്യൂലിംഗ് സാധ്യതയുണ്ട്. പലപ്പോഴും കഴിഞ്ഞ യുദ്ധത്തിലൊക്കെ 2025 നടന്ന ജൂൺ മാസം നടന്ന യുദ്ധത്തിൽ സ്പിരിറ്റ് ബോംബേഴ്സാണ് ഉപയോഗിച്ചത്. ഫർദോയിലെയും ഇസ്ഫഹാനിലെയും നഥാൻസിലെയും ഒക്കെ ആണവ നിലയങ്ങൾ തകർക്കാനായി അമേരിക്ക ഉപയോഗിച്ചത് B-2 ബോംബേഴ്സാണ്. ആഴത്തിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് 50 മീറ്റർ വരെ താഴേക്ക് പ്രവേശിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന പ്രഹരശേഷിയുള്ള ബോംബുകൾ വഹിക്കാൻ ഈ വിമാനങ്ങൾക്ക് കഴിയും. ഈ വിമാനങ്ങൾ വ്യാപകമായി യുദ്ധത്തിൽ ഉപയോഗിക്കപ്പെടും എന്നൊരു മുന്നറിയിപ്പുണ്ടായിരുന്നു. അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഈ വിമാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ ഏറ്റവും അധികം അയൽ രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളും ഇസ്രയേലും ഒരുപോലെ ഭയപ്പെടുന്ന അത്യന്തം വിനാശകാരികളായ ഇറാൻ്റെ മിസൈൽ ശേഖരത്തെ നശിപ്പിക്കാനായി ഉപയോഗിച്ചത്. നോക്കൂ, ഒരു യുദ്ധം സംഭവിക്കുമ്പോൾ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് ശത്രുവിൻ്റെ ഗ്രൗണ്ടിലെ ഏറിയൽ ഇൻസ്റ്റലേഷൻസാണ്. അതായത് റൈഡർ സംവിധാനം, സർവെയിലൻസ് സംവിധാനം, ആൻറ്റിനകളുണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം, അതായത് ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനം. അതായത് ഇറാന് S-300, 400 റഷ്യ നൽകിയ മിസൈൽ സംവിധാനങ്ങളുണ്ടല്ലോ പ്രതിരോധിക്കാൻ. അങ്ങനെയൊക്കെയുള്ള മിസൈൽ ലോഞ്ചേഴ്സൊക്കെയാണ് ആദ്യ റൗണ്ടിൽ ആക്രമിക്കപ്പെടുക. അതോടൊപ്പം തന്നെ ടാർഗറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഭൂഗർഭ അറകളിൽ ഒളിപ്പിച്ച് വെച്ച വൻപൻ മിസൈൽ ശേഖരമുണ്ട്. നമുക്കറിയാമല്ലോ, ഇറാൻ മൗണ്ടനസ് കൺട്രി ഓൾസോ, സമതലങ്ങളുണ്ട്, മരുഭൂമികളുണ്ട്, പീഠഭൂമിയുണ്ട്, അതേപോലെ തന്നെ മലനിരകളും വലിയ പർവ്വത ശിഖരങ്ങളുമുണ്ട്. ഇതിൻ്റെയൊക്കെ മറവിൽ വലിയ തുരങ്കങ്ങളിൽ പർവ്വതങ്ങൾ തുരന്ന് വലിയ സുരക്ഷയോടുകൂടി നൂറുകണക്കിന്, ആയിരക്കണക്കിന് മിസൈലുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ചൊക്കെയുള്ള ഏകദേശ ധാരണ അമേരിക്കയ്ക്കും ഇസ്രയേലിനുമുണ്ട്. കാരണം അവരുടെ ചാരക്കണ്ണുകൾ ഒപ്പിയെടുക്കുന്ന ചിത്രങ്ങൾ, സാറ്റലൈറ്റ് ഈ മൂവ്മെൻറ്റ് നോക്കി, ഗ്രൗണ്ടിലെ മൂവ്മെൻറ്റ് നോക്കി
ഇത് ഫിസിക്കലി കൊണ്ടുവരണമല്ലോ, അല്ലെങ്കിൽ ഭൂഗർഭ അറകളിൽ തന്നെ നിർമ്മിച്ച് അവിടെ തന്നെ വെക്കാം. ഇതെല്ലാം ട്രാക്ക് ചെയ്യാനുള്ള ആധുനിക കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളുണ്ട്, ട്രാക്കിംഗ് സംവിധാനങ്ങളുണ്ട്, ടെക്നോളജിയുണ്ട്, സാറ്റലൈറ്റുകളുണ്ട്. ഇതെല്ലാം കൃത്യമായി എവിടെയാണ് ഇറാൻ്റെ മണ്ണിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് പീസ് ടൈമിൽ നടക്കുന്നത്. ഇല്ലേ, സമാധാന കാലത്ത് യുദ്ധമില്ല എന്ന് പറയും. യുദ്ധമെന്ന് പറയുന്ന ബോംബാക്രമണം, പൊട്ടിത്തെറി, ആയുധങ്ങൾ, തീപിടുത്തം ഒക്കെയാണല്ലോ നമ്മൾ കാണുന്നത്. പക്ഷേ സമാധാന സമയത്ത് യുദ്ധത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും, ശത്രുവിൻ്റെ ഓരോ നീക്കങ്ങളും, ഓരോ വ്യക്തി ആര് കാണുന്നു, അവർക്ക് ആരാണ് ഫോൺ ചെയ്യുന്നത്, അത് ചോർത്താൻ കഴിയുമോ, അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ കഴിയുമോ, ഇങ്ങനെയെല്ലാം നോക്കി മിസൈൽ ശേഖരങ്ങൾ എവിടെ എന്ന് കണ്ടെത്തി അത് രേഖപ്പെടുത്തി വെക്കും. ആക്രമണ സമയത്ത് ടാർഗറ്റ് ചെയ്യപ്പെടുന്നതിൽ വലിയ ഒരു പങ്കും ഈ പറയുന്ന മിസൈൽ ശേഖരം. അതാണ് അമേരിക്കയുടെ B-2 സ്പിരിറ്റ് എന്ന ബോംബ്, സ്റ്റെൽത്ത് ബോംബേഴ്സ്, നിഴൽ പോലെ വന്ന ഈ ബോംബറുകൾ ആക്രമിച്ച് കീഴടക്കിയതായി അമേരിക്ക ക്ലെയിം ചെയ്തിട്ടുള്ള. ഇറാൻ അത് അനുവദിച്ചിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. പക്ഷേ സ്വാഭാവികമായി നമുക്കറിയാം ഇറാൻ്റെ മിസൈൽ ശേഖരമാണ്. ചർച്ചകളിൽ ഉണ്ടായ കീറാമുട്ടി, ഇറാൻ്റെ മിസൈൽ ശേഖരം കുറച്ചു കൊണ്ടുവരാൻ ഇറാൻ തയ്യാറാവുന്നില്ല. ഇറാൻ അതേക്കുറിച്ച് ചർച്ച ചെയ്യാനും തയ്യാറാവില്ല. എങ്കിൽ തങ്ങൾ ബലപ്രയോഗത്തിലൂടെ അത് നശിപ്പിക്കും. ഒരു ആക്രമണം ഉണ്ടാകുമ്പോഴല്ലേ അത് നശിപ്പിക്കാനൊക്കൂ. സമാധാനപരമായി നിങ്ങൾ മിസൈലുകളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരണം, അതിൻ്റെ റേഞ്ച് കുറച്ചു കൊണ്ടുവരണം, അതിലുപയോഗിക്കുന്ന വാർ ഹെഡുകൾ കുറച്ച് മയമുള്ളതാകണം, മിതത്വം ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ആ രീതിയിൽ ഒരു രാജ്യം, ഇറാനെ പോലെ ഒരു രാജ്യം, അഭിമാനമുള്ള രാജ്യം അംഗീകരിച്ചു എന്നിരിക്കില്ല. അപ്പോൾ പിന്നെ ആക്രമണത്തിലൂടെ പരമാവധി ശേഷിയെ, സൈനിക ശേഷിയെ, മിസൈൽ ശേഷിയെ തകർക്കുക. മിസൈലുകൾ മാത്രമാണ് ഇറാൻ്റെ പ്രധാനപ്പെട്ട ആയുധം. വിമാനങ്ങൾക്ക് പറന്നുയരാൻ കഴിയുന്നില്ല. പല വിമാനങ്ങളുടെയും ചിത്രങ്ങൾ നമ്മൾ കണ്ടു, അമേരിക്ക പുറത്തുവിട്ട ചില ചിത്രങ്ങൾ കണ്ടു. എയർപോർട്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ വ്യോമതാവളങ്ങളിൽ ഹാങ്ങറുകളിൽ കിടക്കുന്ന വിമാനങ്ങൾ മാർക്ക് ചെയ്ത്, ടാർഗറ്റ് ചെയ്ത് നിരുപദ്രവകരമായി കിടക്കുന്ന വിമാനങ്ങൾ ബോംബ് ചെയ്യുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് വിമാനങ്ങൾക്ക് പറന്നുയരാൻ പോലും, ഇറാനിയൻ വിമാനങ്ങൾ പറന്നുയർന്നതായി, പോർവിമാനങ്ങൾ പറന്നുയർന്നതായി പോലും അറിയില്ല. ഈ വിമാനങ്ങൾ ഉള്ളത് തന്നെ പണ്ട് ഇറാൻ ഷായുടെ കാലത്ത് അമേരിക്കൻസ് നൽകിയ വിമാനങ്ങളൊക്കെയാണ്. സ്പെയർ പാർട്ട് പോലും കിട്ടാനില്ലാത്ത ഒരു ദുർഘടാവസ്ഥയിലാണ്. മിസൈലുകൾ അങ്ങനെയല്ല. റഷ്യയുടെയും ചൈനയുടെയും സഹായത്തോടുകൂടി വികസിപ്പിച്ചെടുത്ത ഷാഹീൻ മിസൈലുകൾ, അതുപോലെ മറ്റ് റേഞ്ചസ് മിസൈൽ 3000-5000 കിലോമീറ്റർ വരെ നീങ്ങാൻ കഴിയുന്ന മിസൈലുകളുണ്ട്. ശബ്ദാതിവേഗ മിസൈലുകളുടെ ഉൾപ്പെടെ ഒരു നല്ല ശേഖരമുണ്ട്. അവിടെയാണ് ഇറാൻ ഏറെ ഇൻവെസ്റ്റ് ചെയ്തത്. അവിടെ ആക്രമണം നടന്നാൽ, മിസൈൽ ശേഖരത്തിന്മേൽ ആക്രമണം നടന്നാൽ ഇറാന് വല്ലാതെ വേദനിക്കും. ഇത് തന്നെയാണ് അമേരിക്ക ഒരുപക്ഷെ ഉദ്ദേശിച്ചതും. ഇസ്രയേലിൻ്റെ അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സിൽ ഇറാൻ്റെ മിസൈൽ ശേഖരം തകർക്കുന്നതോടെ ഇറാൻ്റെ നടുപൊടിയും, ടീത്ത് പൊഴിഞ്ഞു പോകും, പല്ലുകൾ കൊഴിയും എന്ന ചിന്തയിൽ നിന്നാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ അമേരിക്കൻ സൈന്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ അഥവാ IRGCയുടെ ആസ്ഥാനം തകർത്തുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാമ്പിൻ്റെ തല വെട്ടിമാറ്റി എന്നാണ് US സെൻട്രൽ കമാൻഡ് ഇതിനെ വിശേഷിപ്പിച്ചത്. IRGCക്ക് ഇപ്പോൾ ആസ്ഥാനമില്ല എന്നും സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നു. അപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ തിരിച്ചടി ഇറാന് കിട്ടിക്കഴിഞ്ഞു. IRGCയുടെ ആസ്ഥാനം ഒരു ഫിസിക്കൽ സ്ട്രക്ചറാണ്. പക്ഷേ അതിൻ്റെ ഓപ്പറേഷൻസ് വ്യാപകമായി ഉണ്ട്. ഇറാൻ്റെ ബിസിനസ് മേഖല, അക്കാദമിക രംഗം, ആരോഗ്യരംഗം, സൈനിക രംഗം, ബഹിരാകാശ രംഗം, ആയുധ നിർമ്മാണ രംഗം, അതുമാത്രമല്ല വിശ്വാസ സമൂഹത്തിലെ ഇടപെടലുകൾ, ഇവിടെയെല്ലാം ചിതറിക്കിടക്കുന്ന IRGC ഒരു പ്രത്യേക ഹെഡ് ക്വാർട്ടേഴ്സിലിരുന്ന് മാത്രമല്ല പ്രവർത്തിക്കുന്നത് എന്ന് ഓർക്കണം. അതിൻ്റെ ടെൻറ്റക്കിൾസ്, പ്രതിയോഗികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ടെൻറ്റക്കിൾസ്, അല്ലെ അതിനെ അനുകൂലിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കരങ്ങൾ എല്ലായിടത്തേക്കും വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഹെഡ് ക്വാർട്ടേഴ്സ് തകർത്തു എന്ന് പറയുന്നത് അമേരിക്കൻ സേനയുടെയും ഇസ്രായേലിൻ്റെയും ആത്മവീര്യം ഉയർത്തി നിർത്താൻ നന്നായി എന്ന് പറഞ്ഞാൽ പോലും അത് എത്രത്തോളം പ്രഭാവമാണ് ചെലുത്തുന്നതെന്ന് അറിയില്ല. ഈ IRGCനെ കുറിച്ചാണ് എനിക്ക് തോന്നുന്നത് ഇറാൻ്റെ വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു സംവിധാനം. ഇതൊരു ഒരു സമിതിയായോ ഒരു ബോഡിയായോ നമുക്ക് കാണാനാവില്ല. ഇതിൽ ആയുധവുമായി ബന്ധപ്പെട്ട നിർമ്മാണം മുതൽ വിപണനം മുതൽ ഉപയോഗം വരെയുള്ള വിവിധ ഘട്ടങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളുണ്ട്. ഇറാൻ്റെ ബിസിനസ്സിൻ്റെ മൊത്തം 1/3 കൺട്രോൾ ചെയ്യുന്നത് നേരിട്ട് IRGC ആണ്. റിലിജിയസ് കൾച്ചറൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ നിലനിർത്താനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നത് IRGC ആണ്. ഇതിന് സമാനമായ മറ്റൊരു സമിതി, ഒരു സംവിധാനം ലോകത്തൊരു രാജ്യത്തുമില്ല, ഒരു ഇസ്ലാമിക രാജ്യത്തുമില്ല, അല്ലാത്ത രാജ്യത്തുമില്ല. അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ ലേശം ബുദ്ധിമുട്ടാണ്. IRGCയുടെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ്
ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇറാൻ്റെ വിപ്ലവത്തെ 1979 നടന്ന വിപ്ലവത്തിൻ്റെ ഫലമായി ഉണ്ടായ സംവിധാനത്തെ നിലനിർത്തുക, പരിപോഷിപ്പിക്കുക, വളർത്തുക, അങ്ങനെ ഇറാനെ വൻ ശക്തിയാക്കി മാറ്റുക, ഇതാണ് IRGCയുടെ പ്രഖ്യാപിത ലക്ഷ്യം. അതിൻ്റെ തലവൻ വധിക്കപ്പെട്ടു. ഈ 48 പേരോടൊപ്പം അയത്തുള്ള അലി ഖൊമേനിയോടൊപ്പം വധിക്കപ്പെട്ടു. അതിൻ്റെ പ്രധാനപ്പെട്ട ചിന്താശകലങ്ങളുള്ള ആളുകൾ ഒരുപക്ഷെ കൊല്ലപ്പെട്ടിരിക്കാം. പക്ഷേ IRGC സംവിധാനം തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. IRGC ആണ് അമേരിക്കയുടെ കപ്പൽ വ്യൂഹത്തിനെതിരെ, അല്ലെങ്കിൽ എബ്രഹാം ലിങ്കൻ USS എബ്രഹാം ലിങ്കനെതിരെ നടത്തിയ ആക്രമണത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രസ്താവന നടത്തിയതും IRGSൻ്റെ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ട് IRGS ഒന്നും പിരിച്ചുവിടാനാവില്ല പെട്ടെന്ന്. അമേരിക്കയുടെ ഏക പ്രതീക്ഷ IRGS സംവിധാനത്തിൽ വിള്ളലുകൾ വീഴുകയും അങ്ങനെ ആ സംവിധാനത്തിലേക്ക് ഇരച്ചു കയറി അവരിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയോടുകൂടി ഒരു ഭരണമാറ്റത്തിൻ്റെ വഴി ഒരുക്കാം എന്നൊരു ചിന്തയുണ്ട്. അതിനോട് അടിസ്ഥാനം കഴിഞ്ഞ വർഷം നടന്ന ആക്രമണത്തിൻ്റെ ശേഷം ഈ ഇസ്രായേലിൻ്റെ ചാരന്മാർ ഇറാനിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള മൊസാദിൻ്റെ ഏജൻസികളുണ്ട്. അത് കണ്ടുപിടിക്കാനായി ഒരു സമിതിയെ നിയോഗിച്ചു. ഇറാനിൽ വളരെ വിശ്വസ്തരായ ആളുകളുടെ ഒരു സമിതിയെ നിയോഗിച്ചു. ആ സമിതി വലിയ പ്രവർത്തനമാണ് നടത്തിയത്. കുറേ പേരെ കണ്ടെത്തി വധം ശിക്ഷ നടപ്പാക്കിയൊക്കെയാണ്. പക്ഷേ അവസാനം ഞെട്ടിക്കുന്നൊരു കണ്ടെത്തൽ നടത്തി. ഈ സമിതിയിലെ തലവൻ ഉൾപ്പെടെ എല്ലാ അംഗങ്ങളും ഇസ്രയേലിൻ്റെ പേരോടിലുള്ള ആളുകളാണ്. അപ്പം തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ രീതിയിലുള്ള കാര്യങ്ങളിലുമാണ്. അല്ലാതെ ഏറെ സൈനിക ബലമുള്ളത് കൊണ്ട് മാത്രമല്ല ഇസ്രയേലും അമേരിക്കയും ഒക്കെ യുദ്ധങ്ങൾ ജയിക്കുന്നത്. ഇതാണ് ഇൻ്റലിജൻസ്, ഇതാണ് എസ്പിയോണാഷ്, ചാരപ്രവർത്തനം. അങ്ങനെയൊക്കെയാണ് മോഡേൺ വാർഫെയർ. അതിനുള്ള തന്ത്രങ്ങൾ ഒരുക്കുന്നു. അങ്ങനെ വരുമ്പോൾ IRGC സംവിധാനത്തിനുള്ളിലേക്ക് എത്രയെല്ലാം മോളുകൾ പ്ലാന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, എത്രയോ ഏജൻസുമാരെ മൊസാദും CIA-യും കടത്തിവിട്ടിട്ടുണ്ടാവും. അതേക്കുറിച്ച് വലിയ നിശ്ചയമില്ല. അതുകൊണ്ട് ഒരു സിസ്റ്റം അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പൊളിച്ചെടുക്കാനുള്ള ശ്രമവും യുദ്ധത്തോടൊപ്പം തന്നെ ആക്രമണം കൊണ്ട് മാത്രമല്ല തന്ത്രങ്ങളുടെ ഉപയോഗത്തിലൂടെ പോലും പൊളിച്ചെടുക്കാനുള്ള ശ്രമം അമേരിക്കയും ഇസ്രായേലും നടത്തുമെന്നത് നിസ്സംശയമായ കാര്യമാണ്. ഒറ്റ നീക്കത്തിൽ ഇറാനിലെ 48 ഉന്നത നേതാക്കളെ വധിച്ചുവെന്നാണ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇനി ചർച്ചയെന്നും ഇറാൻ അതിന് സന്നദ്ധത അറിയിച്ചു, ഞാനും സമ്മതിച്ചു എന്നുമാണ്. അപ്പോൾ ട്രംപ് ഇങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ കൂടി ഈ ഒരു ഘട്ടത്തിൽ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകുമോ? അമേരിക്കയുടെ പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക്, അതാണ് ശനിയാഴ്ച രാവിലെ അപ്രതീക്ഷിതമായി ഇറാൻ സമയം രാവിലെ 9:30 അടുപ്പിച്ച സമയത്ത് ടെഹ്റാനിൽ നടന്നത്. അത്യപൂർവമായി മാത്രമേ അയത്തുള്ള അലി ഖൊമേനി ആളുകളെ കാണാറുള്ളൂ. അതീവ സുരക്ഷയിലാണ് യോഗങ്ങൾ ചേരാറുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു യോഗം പ്രധാനപ്പെട്ട 40-45 പേരോടൊപ്പം അയത്തുള്ള അലി ഖൊമേനി ഒരു പ്രത്യേക കെട്ടിടത്തിൽ ഇന്ന സമയത്ത് പ്രത്യക്ഷപ്പെടും എന്ന മുൻകൂർ അറിവ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ലഭിച്ചു. അതനുസരിച്ച് ആ ദിവസം വൈകുന്നേരം ഒരുപക്ഷെ തുടങ്ങാൻ പദ്ധതിയിട്ടിരുന്ന ആക്രമണം ആ ടൈമിലേക്ക് തന്നെ വന്നു. അതാണ് ഗോൾഡൻ അവേഴ്സ്. ആദ്യ ആക്രമണം തന്നെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് തന്നെയാണ്. അതായത് ആരെ വധിക്കാൻ ആഗ്രഹിച്ചോ, ആരെ കീഴ്പ്പെടുത്താൻ ആഗ്രഹിച്ചോ, ഏത് ഭരണകൂടത്തെ നിഷ്കാസനം ചെയ്യാൻ ആഗ്രഹിച്ചോ അതിൻ്റെ സ്ഥിര കേന്ദ്രത്തിലേക്ക് തന്നെയാണ് ആദ്യ ബോംബുകൾ വന്ന് വീഴുന്നത്. അതിമാരകമായ പ്രഹരം. അവിടെയാണ് 48 പേരെ കാലപുരിക്ക് അയക്കപ്പെട്ടത്. അത് വലിയൊരു മാസ്റ്റർ സ്ട്രോക്കാണ്. അതാണ് ഗോൾഡൻ അവേഴ്സ് ദി വാർ. അത് കഴിഞ്ഞാൽ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും അലേർട്ടാകും. എവ്രിബഡി വിൽ ഗോ അണ്ടർഗ്രൗണ്ട്, ബങ്കറുകളിൽ, സുരക്ഷിത ഇടങ്ങളിൽ, അല്ലെങ്കിൽ ഒരിടത്ത് കട്ട പിടിച്ച് 48 പേര് ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ച സ്ട്രാറ്റജിക് ബ്ലണ്ടറാണ്. അവർക്കറിയാൻ സാധിക്കണമല്ലോ ഇവരിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഒറ്റുകാരനായിരിക്കും. അവിടെ പങ്കെടുക്കുന്ന ആളുകളായിട്ടില്ല, അവരുടെ സന്ദേശവാഹകന്മാർ, അവരിലേക്ക് ആശയങ്ങൾ എത്തിക്കുന്നവർ, ആരെങ്കിലും ടിപ്പ് ഓഫ് ചെയ്താൽ പോലും ഇത് കണ്ടുപിടിക്കാനാവും. അങ്ങനെയാണ് ഒരു വെട്ടിക്ക് ഒറ്റ പക്ഷിയല്ല 48 പക്ഷികൾ എന്ന നിലയിൽ യുദ്ധം തുടങ്ങി വെച്ചു. അതുകൊണ്ട് വലിയൊരു അഡ്വാൻറ്റേജ് ആദ്യ നിമിഷങ്ങളിൽ തന്നെ, മണിക്കൂറുകളെന്ന് പറയാനാവില്ല, ആദ്യ നിമിഷങ്ങളിൽ തന്നെ അമേരിക്കയും ഇസ്രായേലും ലഭിച്ചത് അങ്ങനെയാണ്. അവിടെ അതോടെ 10 മടക്കും ചർച്ചയ്ക്ക് തയ്യാറാകും. തങ്ങൾക്കിനി സമാധാനം വേണം. വെള്ളക്കുടിയുമായി മാളങ്ങളിൽ നിന്നും ഇറാനിയ നേതാക്കന്മാർ ഇങ്ങനെ പുറത്തു വന്ന് ഞങ്ങൾക്ക് തരൂ സമാധാനം, തങ്ങൾ തയ്യാറാണ്, ചർച്ചയ്ക്ക് തയ്യാറാണ്, നിങ്ങൾ പറയുന്നിടത്ത് ഒപ്പിടാൻ തയ്യാറാണ്, നിങ്ങൾ പറയുന്ന എല്ലാം ചെയ്യാൻ തയ്യാറാണ്, മൂക്കുകൊണ്ട് ഇക്ഷ എണ്ണ റാ വരയ്ക്കാൻ പറഞ്ഞാൽ അതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ നേതാക്കൾ
കടന്നു വരും എന്ന പ്രതീക്ഷയാണ് അവിടെ തെറ്റിയത്. ഈ നേതാക്കന്മാർ വധിക്കപ്പെട്ടു. അത് വലിയ നാശനഷ്ടമാണ്. ഒരു രാജ്യം മോർണിംഗിലാണ്. അവിടെ തന്നെ ആയിരക്കണക്കിന് ജനങ്ങളാണ് തെരുവിലിറങ്ങി ആ ഒരു ദേശീയ ദുഃഖത്തിൽ പങ്കെടുത്തത്. അതേസമയം തന്നെ അമേരിക്കൻ പ്രചരണ സംവിധാനം ആഹ്ലാദപൂർവ്വം നൃത്തം ചവിട്ടുന്ന ആളുകളുടെ അയത്തുള്ള അലി ഖുമൈനി വധിക്കപ്പെട്ടു എന്ന് അറിഞ്ഞതിന് ശേഷം ആ ഭരണകൂടം ഇതാ പുറത്തോട്ട് പോകുന്നു, തങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന ആളുകൾ എന്ന പേരിൽ ചിത്രങ്ങൾ പ്രചരിച്ചു. നമുക്കറിയില്ല ഏത് കോണ്ടെക്സ്റ്റിൽ എടുത്ത ചിത്രങ്ങളാണ്. ഇറാനിയൻ പതാക കണ്ടതുകൊണ്ടോ മുദ്രാവാക്യങ്ങൾ കേട്ടതുകൊണ്ടോ ഈ കോണ്ടെക്സ്റ്റിലാണ് ആ ചിത്രം എടുത്തത് എന്ന് നമുക്കറിയില്ല. പലപ്പോഴും പ്രോപ്പഗാൻഡ വാർഫെയർ ആണ് നടക്കുന്നത്, അല്ലേ? പ്രസ്താവന യുദ്ധം, ഡിസ്റ്റോർഷൻ ടാറ്റിക്സ്. ഒരു ചിത്രം തന്നെ കാട്ടിയതിന് ശേഷം ആ ചിത്രം ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിലാണ് എടുത്തതെന്ന് ക്ലെയിം ചെയ്യുകയും പക്ഷേ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ എടുത്ത ചിത്രത്തിന് അടിക്കുറിപ്പ്, തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അടിക്കുറിപ്പ് ഇടുകയും ചെയ്താൽ എത്രത്തോളം ജനമനസ്സുകൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയാസൊക്കെ വളരെ സജീവമായ കാലത്ത് എത്രത്തോളം ഫോൾസ് ഇൻഫർമേഷൻ ആയിരിക്കും, ഫോൾസ് നറേറ്റീവായിരിക്കും ഉണ്ടാവുക. അതൊക്കെ യുദ്ധത്തിൻ്റെ തന്ത്രങ്ങൾ തന്നെയാണ്. യുദ്ധത്തിൻ്റെ സമയത്ത് ഉണ്ടാകുന്നതാണ്. സത്യം മരിക്കും. എപ്പോഴും പ്രചരിപ്പിക്കപ്പെടുന്നത് അർത്ഥസത്യങ്ങളാവും, അല്ലെങ്കിൽ പച്ചക്കള്ളങ്ങളാകും, നട്ടാൽ കിളിർത്ത് വരാത്ത നുണകളാവും. ഇതിൽ കതിരും പതിരും തെളിക്കുക എന്നതാണ് പ്രധാനമായും ഈ നിഷ്പക്ഷമായ കാര്യങ്ങൾ വിലയിരുത്തുന്നവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചിത്രങ്ങൾ മാത്രം ഒരു സൂചന ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ പ്രതിഷേധമുണ്ടായിട്ടുണ്ട്, വലിയ രീതിയിലുള്ള ഞെട്ടലുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ രാജ്യം ആ ഞെട്ടൽ സർവൈവ് ചെയ്തതുകൊണ്ടാണ് ആ രാജ്യത്തിന് തിരിച്ചടിക്കാൻ കഴിഞ്ഞത്. ആ നിമിഷം തന്നെ കീഴടങ്ങുമെന്ന് ഒരു പക്ഷേ അമേരിക്ക വിചാരിച്ചിട്ടുണ്ടാവാം. അങ്ങനെ സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചു എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ മടിക്കില്ല എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം അനുവദിക്കില്ല എന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. വലിയ പ്രതിസന്ധിയിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക്? ഹോർമൂസ് കടലിടുക്കാണ് ലോകത്തെ ഏറ്റവും ജിയോ പൊളിറ്റിക്കലി, ജിയോ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റായ ഫ്ലാഷ് പോയിൻ്റ്. അതായത് ലോകത്തിൻ്റെ എണ്ണ സഞ്ചാരത്തിൻ്റെ, ക്രൂഡ് ഓയിൽ സഞ്ചാരത്തിൻ്റെ, വ്യാപാരത്തിൻ്റെ സിംഹഭാഗവും, അതായത് സിംഗിൾ ലാർജസ്റ്റ് കണ്ടിൻജൻറ്റ് 20% കടന്നു പോകേണ്ടത് പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്നും ഹോർമൂസ് കടലിടുക്ക് കടന്ന് പുറം ലോകത്തേക്ക്. അതായത് ആദ്യം പേർഷ്യൻ ഗൾഫ്, അവിടെയുള്ള രാജ്യങ്ങളാണ്. നോക്കൂ, അതിൻ്റെ ചിത്രം ഇതോടൊപ്പം ചേർക്കുന്ന ചിത്രം, ആ ഒരു കൃത്യമായ ജിയോഗ്രഫി നമുക്ക് മനസ്സിലാകും. അവിടെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഗൾഫ് എന്ന് പറയുന്നത് ഉൾക്കടലാണ്. ഒരു വലിയ കടലിൽ നിന്നും അകത്തേക്ക് കിടക്കുന്ന, തള്ളി നിൽക്കുന്ന വലിയ ജലാശയം, അത് കടൽ തന്നെയാണ്. അതാണ് ഉൾക്കടൽ. ചെങ്കടൽ ഒരു ഉൾക്കടലാണ്. അതിനെ പക്ഷേ റെഡ് സീ എന്നാണ് പറയുക. ഇതിനെ ഗൾഫ് എന്നാണ് പറയുക, പേർഷ്യൻ ഗൾഫ്. അങ്ങനെ പല പല ഗൾഫുകളുണ്ട്. ഈ ഗൾഫിൽ പോകുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പേർഷ്യൻ ഗൾഫ് എന്ന കടലിൻ്റെ വടക്കുള്ള ഇറാൻ, അതാണ് പേർഷ്യ. ഇറാനാണ് ചരിത്രപരമായ എംപയർ, പേർഷ്യൻ എംപയർ. പക്ഷേ ആ റീജിയനെ മുഴുവൻ ഇറാനും ഇറാഖും എല്ലാം ചേർന്ന പ്രദേശത്തെ പൊതുവെ പറഞ്ഞിരുന്നത് പേർഷ്യ എന്നാണ്. അത് തെക്ക് സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക്. ആ കടലിടുക്കിൻ്റെ തെക്ക് സ്ഥിതി ചെയ്യുന്ന പ്രധാന രാജ്യങ്ങളാണ് എണ്ണസമ്പന്നമായ രാജ്യങ്ങൾ. അതിന് തൊട്ട് വടക്കുള്ള ഇറാഖിലും എണ്ണയുണ്ട്. അത് എൻഡ് ചെയ്യുന്ന പോയിൻ്റാണ് കുവൈറ്റ്. കുവൈറ്റിൽ വലിയ എണ്ണ നിക്ഷേപമുണ്ട്. ആ ദ്വീപ സമൂഹങ്ങളായി ചിതറി നിൽക്കുന്നതാണ് ബഹ്റൈൻ, ഖത്തർ മുതലായവ. അത് ഏതാണ്ട് പേർഷ്യൻ ഗൾഫിന് ഉള്ളിൽപ്പെട്ട് നിൽക്കുന്ന ചെറിയ രാജ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ പേർഷ്യൻ ഗൾഫിൻ്റെ അതിർത്തി പങ്കിടുന്ന വലിയ രാജ്യമായ സൗദി അറേബ്യയുടെ വടക്കൻ അതിർത്തി പേർഷ്യൻ ഗൾഫാണ്. അതേപോലെ UAE ആൻഡ് ഒമാൻ, UAEയും ഒമാനും പേർഷ്യൻ ഗൾഫിലേക്ക് തള്ളി നിൽക്കുകയാണ്. ഇറാൻ്റെ ഒരു ഭാഗത്തേക്ക് ഒരു വിടവ് പോലെ തള്ളി നിൽക്കുന്ന ഒരു കുന്തമുന പോലെ നിൽക്കുകയാണ്. അവിടെ കേവലം 33 കിലോമീറ്റർ മാത്രമേ വീതിയുള്ളൂ. നമുക്കറിയാമല്ലോ, ഒരു രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര സമുദ്ര അതിർത്തി, ടെറിട്ടോറിയൽ വാട്ടേഴ്സ് തന്നെ 20 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഒമാൻ്റെ ഭാഗത്തു നിന്ന് 20 കിലോമീറ്റർ, ഇറാൻ്റെ ഭാഗത്തു നിന്ന് തെക്കോട്ട് 20 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇത് മുഴുവൻ കൺവേർജ് ചെയ്ത് പോകും. പക്ഷേ ഒരു കപ്പൽച്ചാലുണ്ട്, ഒരു 1.5 കിലോമീറ്റർ വീതിയിലുള്ള അന്താരാഷ്ട്ര കപ്പൽച്ചാൽ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. അത് വളരെ നാരോ ആണ്. ഈ കപ്പൽച്ചാൽ 1.5 കിലോമീറ്റർ വീതി മാത്രമേ ഉള്ളൂ എങ്കിൽ ഏറെ നീളമുണ്ട്, ഇങ്ങനെ വളഞ്ഞു പോകണം. അവിടെ പേർഷ്യൻ ഗൾഫിൻ്റെ ഏതാണ്ട് സിംഹഭാഗവും ഡിഫാക്റ്റോ ചരിത്രപരമായി നിയന്ത്രിച്ചിരുന്നത് ഇറാനാണ്. പരമ്പരാഗതമായ പേർഷ്യ, ഇപ്പോൾ ഇറാൻ. അവിടെ ഒമാൻ്റെ സാന്നിധ്യമുണ്ട്, UAEയുടെ സാന്നിധ്യമുണ്ട്, തെക്കാണ്. പക്ഷേ ഇറാൻ എന്ന ശക്തി വളരെ പ്രബലമാണ്. അവിടെ ഇറാൻ്റെ നാവികസേനയുണ്ട്, ഇറാൻ്റെ മൈൻ വിതറാൻ തക്ക ബോട്ടുകളുണ്ട്, ഗൺ ബോട്ട്സ് ഉണ്ട്, അന്തർവാഹിനികളുണ്ട്.
എന്ന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഷാർപ്പ്നെസ് ക്വസ്റ്റ്യനബിളാണ്. ഒന്നും നവീകരിക്കപ്പെട്ടില്ല. ഇറാൻ്റെ സേനകളൊന്നും തന്നെ ഒരുപാട് കപ്പലുകളൊക്കെ മുക്കിക്കളഞ്ഞു എന്നാണ് ക്ലെയിം, ട്രംപിൻ്റെ ക്ലെയിം. ഒക്കെ നവീകരിക്കപ്പെടാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. പ്രഹരശേഷി കുറവുമാണ്. പക്ഷേ പേർഷ്യൻ ഗൾഫിലൂടെ എണ്ണ വ്യാപാരം തടയും എന്നതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ത്രെട്ട് എന്ന് പറയുന്നത്. ലോകത്തിന് വല്ലാതെ വേദനിക്കും. ഈ പേർഷ്യൻ ഗൾഫിലൂടെ കടന്നു പോകുന്ന എണ്ണ UAEക്കും ഖത്തറിനും ഒമാനും സൗദി അറേബ്യയ്ക്കും ഇറാഖിനും കുവൈറ്റിനും ഒക്കെ വളരെ നിർണായകമാണ്. സൗദിക്കും UAEക്കും മാത്രം മറ്റിടങ്ങളിലേക്ക് ചെങ്കടൽ ഭാഗത്തേക്ക് പമ്പ് ചെയ്ത് എണ്ണ കൊണ്ടുപോകാം. അല്ലെങ്കിൽ അറബിക്കടലിലേക്ക് ഒമാനിന് കുറുകെ UAE പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകാം. കുറേയൊക്കെ, മുഴുവനും പറ്റില്ല. എങ്കിലും UAE ഉൾപ്പെടെ സ്ട്രിക്ട്ലി അഫക്റ്റഡ് ആകും പേർഷ്യൻ ഗൾഫ് അടച്ചാൽ. ഇറാൻ പറയുന്നത് ഞങ്ങളത് അടയ്ക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഏറ്റവും വൈകി വരുന്ന വിവരം അനുസരിച്ച് ഞങ്ങളത് പൂർണ്ണമായി അടയ്ക്കില്ല, ഞങ്ങളത് നിയന്ത്രിക്കും എന്ന് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. എന്തു പറഞ്ഞാലും ശരി, അതിലെയുള്ള കപ്പൽ ഗതാഗതം ഏതാണ്ട് നിലച്ചിരിക്കുന്നു. കാരണം അത് സേഫ് അല്ല. ഇറാൻ്റെ ഹിറ്റിംഗ് റേഞ്ചിനുള്ളിലാണ്. ഇറാൻ്റെ തെക്കുള്ള സാഗ്രോസ് മൗണ്ടൻസ്, അതിൻ്റെ വാലി, അതിന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ, അവിടെ നിന്നെല്ലാം മിസൈലുകൾക്ക് എളുപ്പം പതിക്കാം കരയിൽ നിന്നുള്ളത്, അല്ലെങ്കിൽ കടലിൽ നിന്നുള്ള ആക്രമണം. ഇങ്ങനെ നോക്കിയാലും ഏറ്റവും വൾണറബിൾ പോയിൻ്റാണ് അമേരിക്ക. ശത്രു സൈന്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തേക്ക് കടന്നു കയറി ഇറാനെ ആക്രമിക്കുന്നത് ദുർഘടമായ കാര്യമാണ്. പക്ഷേ ആകാശങ്ങളിൽ നിന്നുകൊണ്ട് യുദ്ധം നയിക്കുമ്പോൾ കരയിലെ സാന്നിധ്യം, കടലിലെ സാന്നിധ്യം അത്രയധികം കാലികേറാമലയാവില്ല എന്നതാണ് അമേരിക്കയുടെ അഡ്വാൻറ്റേജ്. പക്ഷേ എണ്ണ വിമാനമാർഗം കടത്തിക്കൊണ്ട് പോകാനാവില്ല. എണ്ണ കൊണ്ടുപോകണമെങ്കിൽ അത് ഹ്യൂജ് ഓയിൽ ടാങ്കേഴ്സിലൂടെ മാത്രമേ പറ്റൂ. അത് പോകാതിരിക്കുമ്പോൾ എണ്ണ വില കൂടിക്കഴിഞ്ഞു. ഓൾറെഡി ആദ്യ ദിവസം 16%, രണ്ടാം ദിവസം 12%. എണ്ണ വില $62 കിടന്നു യുദ്ധം തുടങ്ങുന്നതിന് മുൻപ്. ഇപ്പോൾ അത് $80, ഒരു ബാരൽ 159 ലിറ്റേഴ്സാണ് അതിൻ്റെ വില. ഇന്ന് $80 കടന്ന് മുന്നോട്ട് പോകുന്നു. 78.8 ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് $80 അടുക്കുന്നു. അത് 100, 110, 120 മാറിയാൽ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, ഉത്പാദന മേഖലകളിൽ ചൈന, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥകളെ തകിടം മറിക്കുന്ന ഒന്നാകും എണ്ണ വില വർധന. അവിടെയാണ് ഇറാൻ്റെ തുറപ്പുചീട്ടായ ഹോർമൂസ് കടലിടുക്ക് അതടയ്ക്കുമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അടയ്ക്കില്ലായിരിക്കാം. അടച്ചതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. എയർ ട്രാഫിക് പോലും അവിടെ നിയന്ത്രിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് കടൽ മുഖേന നീങ്ങാനാവില്ല. കര മുഖേന നീങ്ങൽ സാധിക്കില്ലല്ലോ, ദുർഘടമായ ടെറൈനാണ്. അതുപോലെ വിമാനമാർഗവും ഗൾഫ് മേഖലയിൽ നിന്ന് പുറത്തേക്കോ അകത്തേക്കോ പോകാനോ വരാനോ സാധിക്കാത്ത ഒരു അന്തരാള അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. എത്ര ഫ്ലൈറ്റുകളാണ് ക്യാൻസൽ ചെയ്തത്? അപൂർവം ഫ്ലൈറ്റുകൾ സൗദി അറേബ്യയിലെ ചില റിയാദിലേക്കൊക്കെ പോകുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഫ്ലൈറ്റിൻ്റെ ട്രാവൽ ഏതാണ്ട് ഒരു ട്രിക്കിൾ ആയി മാറിയിരിക്കുന്നു.